അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ അല്ലിക്കുട്ടന്റെ സന്ധ്യ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ ചായ കുടിച്ചേച്ചൊക്കെ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോഴത്തേക്കിന് ഇതേ അല്ലിക്കുട്ടന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ചേച്ചിമാരുമായിട്ട് അവൻ ഇനി കളിക്കണം കുറച്ചു നേരം. ഇവന്റെ പുതിയ പുതിയ ശീലങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. പെഡിഗ്രി ഒക്കെ കൊടുത്താൽ നമ്മൾ വാരി കൊടുത്താലൊക്കെയാണ് ഇപ്പൊ കഴിക്കുന്നത്. നമ്മൾ എടുത്തെടുത്ത് വായിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഓരോ കുരുത്തക്കേടൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങൾ ഇവനെ അങ്ങോട്ട് കൊഞ്ചിച്ച കാരണം ഇവനങ്ങ് വഷളായി പോയെന്നാ തോന്നുന്നത് കേട്ടോ. കാത്തു ചേച്ചി പറയും, അമ്മ ഇവനെ എല്ലാം മര്യാദ പഠിപ്പിക്കാഞ്ഞേ, അമ്മ ഞങ്ങളെയൊക്കെ ഭയങ്കര തല്ലുവടിയൊക്കെ ആയിരുന്നല്ലോ, ഞങ്ങളെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുമല്ലോ, അവനെ എന്നാ ഒന്നും പറയാത്ത, ഇവനെ എന്നെ അടി കൊടുക്കാത്തതൊക്കെയാ കാത്തു ചേച്ചി ചോദിക്കുന്നത്. അമ്മ കൊഞ്ചിച്ചിട്ടാ ഇവൻ വഷളായെന്നൊക്കെയാ ചേച്ചി വിളിച്ചാണ്. എന്നാ കഴിച്ചാലും അതിന്റെ ഒരു പങ്ക് അല്ലുകുട്ടിന് കൊണ്ട് കൊടുക്കും കേട്ടോ. ചില സമയത്ത് അവൻ കഴിക്കും, ചിലപ്പോ അവൻ കഴിക്കത്തില്ല. ഇന്നതേ അവൻ കഴിച്ചിട്ടില്ല. അനിതേ വിളിച്ചതേ അങ്ങോട്ട് പോയേ. എന്നിതേ പാറു ചേച്ചി പറയാ അവളുടെ അല്ലിക്കുട്ടനെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ. അതിന് ചിരിച്ചോണ്ടിരിക്കുക. അറാണ്ടതേ അവന്റെ അപ്പുറത്തേക്കൊക്കെ നോക്കുവാണ്. ഇനിതേ ചേച്ചി കാത്തു ചേച്ചി ദേ അവന് വാരി കൊടുക്കുന്ന ഇത് വീഡിയോ കാണിക്കാവേ. കണ്ടോ, കാത്തു ചേച്ചി ഓരോന്നെടുത്ത് അവന്റെ വായി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും അവന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കിയേ. അവൻ കഴിക്കുന്ന കണ്ടോ. ചില ദിവസങ്ങളിൽ ഇവനിങ്ങനെ നമ്മൾ വായി വെച്ച് കൊടുത്താലേ അവൻ കഴിക്കുള്ളൂ. പ്രത്യേകം എടുക്കാനായിട്ടിരുന്ന് കഴിക്കുന്നതുണ്ട്. കൊടുക്കാൻ താമസിക്കുമ്പോൾ ചേച്ചിയുടെ കയ്യിലോട്ട് നോക്കുന്നു. അവന്റെ ചവയ്ക്കുന്ന ചവ കണ്ടു. ഇതൊക്കെയാണ് ഇവന്റെ ഓരോ കുരുത്തക്കേടുകൾ. ഇവന് ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ കുരുത്തക്കേടുകളാണ് ഇവൻ കാണിക്കുന്നത്. ഞാൻ കൊഞ്ചിച്ച് വഷളാക്കിയെന്ന് പറഞ്ഞവളതെ അവന് വായി വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നത്. അവളാ ഏറ്റവും കൂടുതൽ ഇവിടെ കൊഞ്ചിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് അവൾ എന്നെ കുറ്റം പറയുന്നത്. കണ്ട, അല്ലിക്കുട്ടനോട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നതും അല്ലിക്കുട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ കൊഞ്ചിക്കുന്നതും കാത്തുവാണ്. കാത്തുവിന് അവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവനോട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. അവളുടെ റബ്ബർ, പെൻസില്, കട്ടർ അതെല്ലാം അല്ലിക്കുട്ടൻ എടുത്തോണ്ട് പോകും. അവള് പിന്നെ അവന്റെ പുറകെ ഓടിച്ചെന്ന് പിന്നെ അവനോട് അത് മേടിക്കാൻ തുടങ്ങിയെന്ന് അവൻ കൊടുക്കുകയോ ഇല്ല. അവനതുമായിട്ട് കട്ടിലിന്റെ അടിയിലെല്ലാം കയറിയിരിക്കുവേ. പിന്നെ ഇവളുമാര് കട്ടിലിന്റെ അടിയിൽ കയറി എടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ വേറെ വഴിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് കാത്തു ചേച്ചി അല്ലിക്കുട്ടനോടുള്ള വഴക്ക്. അങ്ങനെ കാത്തു ചേച്ചി വായി വെച്ച് കൊടുത്തപ്പോ അവനത് മുഴുവൻ തിന്നു കേട്ടോ. പിന്നെ അവൻ പാത്രത്തിലേക്ക് നോക്കും. അപ്പൊ ചേച്ചി പറയുവാടാ തീർന്നു പോയെന്ന്. അവന്റെ എല്ലാം തീറ്റ എല്ലാം കഴിഞ്ഞപ്പോ പാറു അപ്പുറത്തിരിപ്പുണ്ട്, അവളുടെ അടുത്തേക്ക് പോയി. പിന്നത്തെ അച്ഛനെ സന്ധ്യ ആയപ്പോഴത്തേക്കും കടയിൽ പോവാ. മീനും അതും ഇതും ഒക്കെ വാങ്ങിച്ചോണ്ട് വരാന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പത്തെ അല്ലിക്കുട്ടനെ കൊഞ്ചിച്ചേച്ച അച്ഛ പോകുന്നത് കേട്ടോ. അച്ഛൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അല്ലിക്കുട്ടനെ ഇങ്ങനെ തലോടുകയും കൊഞ്ചിക്കുകയും എല്ലാം ചെയ്യും. അതിനിടയ്ക്ക് അച്ഛ പോകാൻ നേരം അച്ഛൻ ഉമ്മ ചോദിക്കും, വരുമ്പോഴും ഉമ്മ ചോദിക്കും. അച്ഛൻ ഉമ്മ ചോദിക്കുമ്പോഴേ അല്ലിക്കുട്ടൻ കൊടുക്കും കേട്ടോ. ഈ വീഡിയോ ഒന്നും എടുക്കുന്ന അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ല. അച്ഛൻ വന്നവനെ കൊഞ്ചിക്കുവോ. ഞാൻ ഈ ഫോണും പിടിച്ചോണ്ട് കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ നോക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചു നേരം അല്ലിക്കുട്ടനെ ആയിട്ട് പാറു ചേച്ചി മുറ്റത്തൂടെയൊക്കെ നടന്ന് അവനെ കുറച്ചു നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനാണ് നമ്മുടെ ആകാശം എല്ലാം ചുമന്ന് കിടക്കുന്നത്. നമുക്ക് അല്ലിക്കുട്ടനെയായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പാറു ചേച്ചി അവനെയായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നത്. അല്ലിക്കുട്ടനും പാറു ചേച്ചിയും കൂടെ ആകാശം കാണുന്നതായിട്ട് തിരിഞ്ഞു നിന്നുള്ള ഫോട്ടോയൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുവാണ്. ഇനി പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം.